വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ രാവിലെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മുടെ റിച്ചു എണീറ്റ് അപ്പുറത്ത് പോയി കിടപ്പുണ്ടേ. അപ്പോൾ റൈഹാനെ ഞാൻ വന്ന് വിളിക്കുകയാണ് കേട്ടോ എണീക്കാനായിട്ട്. റിച്ചു എണീറ്റെങ്കിലും ദേണ്ട വന്ന് ഹാളിൽ ദിവാങ്കോട്ടിൽ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഉറക്കപ്പിച്ചൊക്കെ ആൾ മാറി വരട്ടെ. അപ്പോഴത്തേക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാമ്പാറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കുറച്ച് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി തഴക്കലവും പിന്നെ നമ്മൾ കറി വെച്ച ചട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴുകണം. അപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നമ്മുടെ റിച്ചുവിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് ട്യൂഷൻ വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ രാവിലെയാണ് കേട്ടോ നമ്മുടെ റിച്ചുവിന് ട്യൂഷന്. സ്കൂളില്ലാത്ത കാരണം 10 മണിയാകുമ്പോഴത്തേക്ക് ട്യൂഷൻ വീട്ടിൽ ക്ലാസ് തുടങ്ങും. അവനെ ഞാൻ റിച്ചുവിനെ ട്യൂഷൻ വീട്ടിലാക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ റിച്ചുവിനെ ട്യൂഷൻ വീട്ടിലാക്കിയിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് എനിക്ക് നന്നായിട്ട് വിശന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും കൂട്ടി ഒരു പിടുത്തം അങ്ങ് പിടിച്ചു. നമ്മൾ മീനൊക്കെ വിട്ട് വെച്ചോട്ടോ. നമുക്ക് തേങ്ങയും കൂടെ തിരികെ മാറ്റി വെക്കാം കേട്ടോ. അപ്പം രാവിലെ ഒരുവിധം ജോലികളൊക്കെ ഒതുങ്ങി. എനിക്ക് നല്ല പനിയുണ്ട്, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ തേങ്ങ തിരിഞ്ഞ് കറിക്കുള്ള എല്ലാം സെറ്റാക്കട്ടെ. എത്ര വയ്യെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്യേണ്ട ഞാൻ തേങ്ങ തിരിഞ്ഞ് അവിടെ മാറ്റി വെച്ചു. പിന്നെ ഉമ്മ മീനൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിയെല്ലാം ഉമ്മ സെറ്റാക്കിക്കോളൂ. അപ്പോഴത്തേനും ഞാൻ നേരെ റൂമിൽ ചെന്ന്, നമ്മൾ ഇന്നലെ വന്നിട്ട് റൂമൊന്നും ക്ലീൻ ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് വന്ന് അങ്ങനെ ജനലും കാര്യങ്ങളെല്ലാം മൊത്തം അങ്ങ് തുറന്നിട്ടു കേട്ടോ. എന്നിട്ട് ബെഡ്ഷീറ്റ് എല്ലാം മാറ്റിയിട്ട് വേറൊരു ബെഡ്ഷീറ്റ് വിരിച്ചിടാനായിട്ട് ഞാൻ കട്ടിൽ ഇങ്ങോട്ട് തള്ളി നീക്കി കേട്ടോ. തള്ളി നീക്കി വെച്ച് നമ്മുടെ ബെഡും വലിച്ച് ഇങ്ങോട്ട് നീക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വിരിച്ചിട്ടതിന് ശേഷം കട്ടിലും ബെഡും ഒക്കെ അങ്ങോട്ട് നീക്കിയിടണം കേട്ടോ. ജനലിലെ പൊടിയും കാര്യങ്ങളൊക്കെ ഞാൻ തട്ടി കേട്ടോ. തട്ടിക്കുടഞ്ഞിട്ടിട്ടാണ് ഞാൻ ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയത്. അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം വിരിച്ചിട്ടതിന് ശേഷം ഞാൻ ജനലിലെ പൊടിയൊക്കെ തട്ടി അവിടെ എല്ലാം ആയി കിടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ചൂല് വെച്ച് അവിടെ നിന്നെല്ലാം പൊടിയും കാര്യങ്ങളും എല്ലാം തൂത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ ബെഡ്ഷീറ്റെല്ലാം വിരിച്ചിട്ടായിരുന്നല്ലോ കട്ടിൽ. പിന്നെ നമ്മുടെ റൈഹാനയും കൂട്ടി ഞാൻ അങ്ങോട്ട് നീക്കിയിട്ട് കേട്ടോ. തള്ളി നല്ല വെയിറ്റാണ് ബെഡും കട്ടിലും കൂടെ. പിന്നെ ഒരു വിധമൊക്കെ എന്തായാലും തള്ളി അങ്ങോട്ട് തന്നെ നീക്കിയിട്ടിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ റിച്ചുവിനെ വിളിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ ട്യൂഷൻ വീട്ടിൽ ചെന്ന് നമ്മുടെ റിച്ചുവിനെ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഓടിക്കളിയായിരുന്നു കേട്ടോ ട്യൂഷൻ വീട്ടിൽ ഞാൻ ചെന്നപ്പോഴത്തേക്ക്. ഓടല്ലേ. അങ്ങനെ നേരെ വീട്ടിൽ വന്നിട്ട് റിച്ചുവിനെയും റൈഹാനയും കൂടെ ഹാളിൽ TV കാണാൻ ഇരുത്തിയിട്ട് ഞാൻ നേരെ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് തുടയ്ക്കുവാണ് കേട്ടോ. കുറേ ദിവസം ആയില്ലേ നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ തുടച്ചിട്ട്. എത്രയായി, 5 ദിവസമോ 6 ദിവസം എങ്ങാണ്ടായി ഞാൻ വീട്ടിൽ പോയി നിന്നിട്ട് കേട്ടോ. അപ്പം തിരിച്ചു വന്നപ്പോഴത്തേക്ക് നിറച്ച് റൂമിലൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ തുടച്ച് ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേണ്ട നമ്മുടെ റൂമും കാര്യങ്ങളെല്ലാം തുടച്ചു കേട്ടോ. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് നമ്മുടെ റൈഹാനും റിച്ചും കൂടെ പഠിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു.